ജനിച്ച വംശത്തിന്റെ പേരിൽ ഒരിക്കൽ ലോകം വേട്ടയാടിയിരുന്ന അതേ ജൂതന്മാർ ഇന്ന് ചെയ്തു കൂട്ടുന്നത് എന്താണ്? ഫലസ്തീനിലെ ജനങ്ങളെ ഒക്കെ തന്നെ കൂട്ടത്തോടെ കൊന്നൊടുക്കി ഗാസയെ സ്വതന്ത്രമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കാൽ കീഴിൽ വെക്കാനുള്ള നെതന്യാഹുവിന്റെ ശ്രമങ്ങളാണ് ഇന്ന് അവിടെ നടക്കുന്നതൊക്കെ. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ വ്യത്യാസമില്ലാതെ നടത്തുന്ന വംശഹത്യ. ഇപ്പോൾ ഇതാ ആയുധങ്ങൾ ഒഴിവാക്കി പട്ടിണിക്കിട്ട് ക്ഷാമമുണ്ടാക്കി ആ ജനതയെ തീർക്കാനുള്ള ശ്രമമാണ് ഇസ്രയേൽ എന്ന ചെന്നായ്ക്കൾ ചെയ്തു കൂട്ടുന്നത്. ഇതിനെല്ലാം ചേർത്ത് പലിശയടക്കം അവർക്ക് പണി കിട്ടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തുക. ഇസ്രയേൽ ഗാസയിൽ ചെയ്തു കൂട്ടുന്ന നരനായാട്ടിനെ കുറിച്ച് പറയാം. 4K ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്കയ്ക്ക് വേണ്ടി ഗാസയിലെ അവസാന ജീവനെ പോലും നശിപ്പിക്കാനുള്ള നെതന്യാഹുവിന്റെ ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം ക്രൂരത ആ ജനതയോട് കാണിക്കാൻ അവർ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഹമാസിനോടുള്ള വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്ന കഥ ഇനി പറയരുത്. കാരണം ഹമാസിനെയാണ് നിങ്ങൾ നേരിടാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവരോട് പോയാണ് യുദ്ധം ചെയ്യേണ്ടത്, അല്ലാതെ ഈ പാവങ്ങളുടെ ജീവിതം നശിപ്പിച്ചിട്ടല്ല. എന്നാൽ ഭീരുക്കളായ ഇസ്രായേലികൾ ചെയ്തു കൂട്ടുന്നതോ? അവർ ചെയ്യുന്നതിന് എന്ത് ന്യായീകരണം ആഗോള സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ നിരത്തിവെച്ചാലും കഴിഞ്ഞ ദിവസങ്ങളായി നിങ്ങൾ കൊന്നൊടുക്കിയ കുഞ്ഞു കുട്ടികളുടെ ശാപം ഇസ്രായേലിന് മേൽ ചെന്ന് പതിക്കുക തന്നെ ചെയ്യും. BBC-യുടെ ഈ റിപ്പോർട്ട് ഒന്ന് നോക്കൂ. ഈ മാസം ഏപ്രിൽ 5-ന് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ഗാസയിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതിന് ശേഷം കുറഞ്ഞത് 322 കുട്ടികൾ കൊല്ലപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പിന്തുടരുന്ന യുദ്ധ നിയമങ്ങളെയൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഗാസയിൽ ഈ നരനായാട്ട് തുടരുന്നത്. മിസൈലുകളും ബോംബുകളും ഷെല്ലാക്രമണവും തോക്കുമൊക്കെ കഴിഞ്ഞപ്പോൾ പട്ടിണിക്കിട്ട് കൊല്ലുകയെന്ന നയമാണ് ഇപ്പോൾ ഇസ്രായേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 7 ആഴ്ചകളിലേറെയായി ഭക്ഷണം, വെള്ളം, മരുന്ന് എന്നിവയുൾപ്പെടെയുള്ള ആവശ്യ വിഭവങ്ങൾക്ക് ഇസ്രായേൽ സമഗ്രമായ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഗാസയിലെ ഭക്ഷ്യശേഖരം പൂർണ്ണമായും തീർന്നു പോയതായി ഐക്യരാഷ്ട്രസഭയുടെ ലോക ഭക്ഷ്യ പരിപാടി മുന്നറിയിപ്പ് നൽകുന്നു. ഗാസ മുനമ്പിലെ ഹോട്ട് മീൽസ് അടുക്കളകളിൽ അവശേഷിച്ച അവസാനത്തെ ഭക്ഷ്യ സ്റ്റോക്കുകൾ എത്തിച്ചു എന്ന് അറിയിച്ചുകൊണ്ടാണ് ഇക്കാര്യം WFP അറിയിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ അടുക്കളകളിൽ ഭക്ഷണം പൂർണ്ണമായി തീർന്നു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഒന്നോർത്തു നോക്കൂ, ഗാസയിൽ ഇസ്രായേൽ ചെയ്യുന്നത് എത്രത്തോളം വലിയ ഹീനകൃത്യമാണെന്ന്. ഇതിന് വംശഹത്യ എന്നല്ലാതെ എന്താണ് വിളിക്കാനാകുക? അതേസമയം ഇസ്രായേൽ ഗാസ അതിർത്തികൾ വീണ്ടും തുറന്നാലുടൻ തന്നെ സഹായ ഇടനാഴികൾ വഴി ഗാസയിലേക്ക് പ്രവേശിക്കാൻ 1,06,000 ടണ്ണിലധികം ഭക്ഷ്യവസ്തുക്കൾ WFP ഇതിനകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഗാസയിലേക്ക് ഭക്ഷ്യവിതരണം ഉടൻ പുനരാരംഭിക്കേണ്ടത് നിർണായകമാണെന്ന് WFPയുടെ ഫലസ്തീൻ കൺട്രി ഡയറക്ടർ ആന്റോയിൻ നെർനാഡ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട്. 7 ആഴ്ചകളിലധികമായി യുദ്ധത്തിൽ തകർന്ന ഗാസ മുനമ്പിലേക്കുള്ള നിർണായകമായ മാനുഷിക സഹായം, പ്രത്യേകിച്ച് ഭക്ഷണം, ഇസ്രായേൽ ഭരണകൂടം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 18 മാസം മുൻപ് വംശഹത്യ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ സഹായ ഉപരോധമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. ഗാസയിലെ വിവേചനരഹിതമായ ഇസ്രയേലി ബോംബാക്രമണത്തിൽ ഇതുവരെ 51,500ഓളം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇടുങ്ങിയ പ്രദേശത്തെ 2.3 ദശലക്ഷത്തിലധികം നിവാസികൾ ഇപ്പോൾ അതിലും വലിയ ദുരന്തമാണ് നേരിടുന്നത്. മരണത്തേക്കാൾ വലിയ ദുരന്തം. മുഴുവൻ ജനങ്ങളുടെയും മരണത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു ക്ഷാമമാണ് ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത്. പ്രായമായവരും കുട്ടികളും വലിയ അപകട സാധ്യതയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഗാസയിൽ ഇസ്രായേൽ മനുഷ്യനിർമ്മിതവും രാഷ്ട്രീയ പ്രേരിതവുമായ പട്ടിണി അടിച്ചേൽപ്പിക്കുകയാണെന്ന് UN ഏജൻസി ഫോർ ഫലസ്തീൻ അഭയാർത്ഥികളുടെ തലവൻ ഫിലിപ്പ് ലസാരിനി ആരോപിച്ചിരുന്നു. ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളും ഇസ്രായേൽ തടയുന്നത് തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉപരോധം ഏകദേശം 2 മാസമായി. സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ആഹ്വാനങ്ങൾ പരിഗണനയിൽ പോലും എത്താതെ നിൽക്കുകയാണ്. ഗാസയിൽ ഫലസ്തീനികൾക്കെതിരായ ഇസ്രായേൽ വംശഹത്യയുടെ തുടക്കത്തിൽ ഏർപ്പെടുത്തിയിരുന്നതിനേക്കാൾ 3 ഇരട്ടിയാണ് ഇപ്പോഴത്തെ ഇസ്രായേലി സഹായ ഉപരോധത്തിന്റെ ദൈർഘ്യമെന്നും ലസാരിനി കൂട്ടിച്ചേർത്തു. അതുമാത്രവുമല്ല, ഗാസയിലെ എല്ലാ മെഡിക്കൽ സാധനങ്ങളും തീർന്നു പോയതായി ഐക്യരാഷ്ട്രസഭയുടെ ലോകാരോഗ്യ സംഘടന അതായത് WHO മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഗാസയിലെ ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഡയറക്ടർ ജനറൽ ഡോക്ടർ മുനീർ അൽ ബർഷ്
കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തത് പ്രകാരം ഗാസയിലെ കുട്ടികൾ ബോംബാക്രമണങ്ങൾ മൂലം മാത്രമല്ല പട്ടിണിയും ചികിത്സയില്ലാത്ത രോഗങ്ങളും മൂലം മരിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഗാസയിൽ പോഷകാഹാരക്കുറവ് മൂലം ഈ അടുത്ത് 53 കുട്ടികൾ ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടതായി അൽ ബർഷ് കൂട്ടിച്ചേർത്തു. യുദ്ധക്കെടുതിയിൽ തകർന്ന പ്രദേശം വിട്ടുപോകാൻ ജനങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ ഇസ്രായേൽ ബോംബാക്രമണങ്ങളും പട്ടിണിയും ഉപയോഗിക്കുന്നുണ്ടെന്ന് ഫലസ്തീനികളും സഹായ ഏജൻസികളും അവകാശ ഗ്രൂപ്പുകളും ആരോപിക്കുന്നു. ഗാസയിലെ ജനങ്ങളെ അയൽ രാജ്യങ്ങളിലേക്ക് ബലപ്രയോഗത്തിലൂടെ കുടിയിറക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ നിർദ്ദേശത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു പദ്ധതിയാണിതെന്നും ആരോപണങ്ങൾ ഉയർന്നു. ഫെബ്രുവരി 1 ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ട്രംപ് ഗാസ മുൻപ് ഏറ്റെടുക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇത് യുദ്ധത്തിൽ തകർന്ന പ്രദേശത്ത് നിന്ന് ഫലസ്തീനികളെ സ്ഥിരമായി കുടിയിറക്കുന്നതിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ലോകം കണ്ടത്. അമേരിക്ക സ്വപ്നം കണ്ട ഗാസാമോഹം നിറവേറ്റാനായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ പണിപ്പെടുന്നത് എന്ന കാര്യം ആർക്കാണ് മനസ്സിലാകാത്തത്? ഗാസയെ വിനോദസഞ്ചാര മേഖലയാക്കി മാറ്റി അമേരിക്കയുടെ സ്ഥലമാക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മോഹം നടപ്പിലാക്കാനുള്ള തത്രപ്പാടിലാണ് ഇസ്രായേല്. അമേരിക്ക ഗാസയെ ഏറ്റെടുക്കുകയാണെന്നും ഫലസ്തീനികളെ ഈജിപ്തും സിറിയയും ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വന്നത് ഓർമ്മ കാണുമല്ലോ. എന്നാൽ അദ്ദേഹം പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എതിർപ്പുകളാണ് ചുറ്റും നിന്നും വന്നത്. മാത്രവുമല്ല, അറേബ്യൻ രാജ്യങ്ങൾ പോലും എതിർപ്പ് പ്രകടമാക്കിയതിനു പിന്നാലെയാണ് ഗാസയിലെ അവസാന മനുഷ്യജീവനെയും കൊന്നുകളയാനുള്ള പണികൾ ഇസ്രയേൽ ആവിഷ്കരിക്കുന്നത്. ഗാസയിലെ പാവം മനുഷ്യരെ, സർവോപരി നിരപരാധികളെ ഇന്ന് പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെയും പിന്നിലുള്ളത് അമേരിക്കയുടെ തന്ത്രം തന്നെയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും യുദ്ധക്കൊതിയിൽ ദുരിതം മുഴുവൻ അനുഭവിച്ചത് ഗാസയിലെ പാവങ്ങളാണ്. കൊന്നു തിന്നിട്ടും മതിയാകാത്ത ചെകുത്താന്മാർ ഇപ്പോൾ പട്ടിണിക്കിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതിനൊക്കെ കാരണക്കാരായ ഇസ്രയേൽ ഇന്ന് ഭരിക്കുന്നത് നെതന്യാഹു ആണ് എന്നതുകൂടി ഇവിടെ എടുത്തു പറയണം. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഗാസയിലുണ്ടായ വ്യാപകമായ നാശത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രധാന പങ്ക് തന്നെ വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നയങ്ങളും സൈനിക തന്ത്രങ്ങളും സംഘർഷത്തിന്റെ വ്യാപ്തിയിലും തീവ്രതയിലും ഗണ്യമായ സ്വാധീനം ചെലുത്തി. ഹമാസിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണങ്ങളിൽ ഏകദേശം 12,000 ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും 251ഓളം പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്ന് നെതന്യാഹുവിന്റെ സർക്കാർ ഗാസയിലെ ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും ഭരണവും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ സമഗ്രമായ ഒരു സൈനിക ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ഇതിൽ വ്യാപകമായ വ്യോമാക്രമണങ്ങളും റെസിഡൻഷ്യൽ ഏരിയകൾ, ആശുപത്രികൾ, സ്കൂളുകൾ എന്നിവ ലക്ഷ്യമിട്ടിട്ടുള്ള കര ആക്രമണങ്ങളും ഉൾപ്പെടുന്നു. ഇത് ഗണ്യമായ സിവിലിയൻ മരണങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശത്തിനും കാരണമായി. ഏതെങ്കിലും തരത്തിലുള്ള വെടിനിർത്തൽ പരിഗണിക്കുന്നതിന് മുൻപ് ഹമാസിന്റെ സമ്പൂർണ്ണ നാശം ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ലക്ഷ്യമാണെന്ന് നെതന്യാഹു നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ലെന്ന് മാത്രമല്ല, എത്രയോ സാധാരണക്കാരെ ഇസ്രായേൽ കൊന്നൊടുക്കുകയും ചെയ്തു. നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഗാസയിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം കൂടുതൽ ശക്തമാക്കിയതോടെ ഭക്ഷണം, വെള്ളം, മെഡിക്കൽ സാധനങ്ങൾ എന്നിവയുടെ കടുത്ത ക്ഷാമമാണ് അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഗാസയിൽ ഭക്ഷ്യവസ്തുക്കൾ തീർന്നു പോയതായും ഇത് മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാക്കിയതായും വേൾഡ് ഫുഡ് പ്രോഗ്രാം റിപ്പോർട്ട് ചെയ്തു. ഈ നടപടികൾ അന്താരാഷ്ട്ര വിമർശനത്തിന് ഇടയാക്കി കഴിഞ്ഞിട്ടുണ്ട്. മാനുഷിക സഹായം തടസ്സപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര മാനുഷിക നിയമം ലംഘിക്കാൻ സാധ്യതയുള്ളതിനാലും നെതന്യാഹുവിനെയും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കുറ്റപ്പെടുത്തി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഒരു സുപ്രധാന സംഭവ വികാസത്തിൽ നെതന്യാഹുവിനും ഗാലന്റിനുമെതിരെ യുദ്ധക്കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ച് ICC അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. പട്ടിണിയെ ആയുധമാക്കി ഉപയോഗിച്ചതും സാധാരണക്കാരെ ലക്ഷ്യമിട്ടതും ഇവർ ചെയ്ത ക്രൂര കൃത്യങ്ങളാണെന്ന് ICC എടുത്തു പറഞ്ഞു. ആഭ്യന്തര തലത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിരവധി വിമർശനങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഹമാസിന്റെ പ്രാരംഭ ആക്രമണങ്ങൾ തടയുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടും തുടർന്ന് യുദ്ധം കൈകാര്യം ചെയ്യുന്നതിലും നെതന്യാഹുവിന് നിരവധി വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. സംഘർഷത്തിനു ശേഷം അദ്ദേഹം രാജിവെക്കണമെന്ന് ഭൂരിഭാഗം ഇസ്രായേലികളും ആഗ്രഹിച്ചിരുന്നുവെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ പോലും നെതന്യാഹുവിന്റെ ഈ നടപടികൾ പല ബന്ധങ്ങളിലും വിള്ളൽ വീഴ്ത്തിക്കഴിഞ്ഞു. ഗാസയിലെ സൈനിക നടപടികളുടെയും മാനുഷിക ആഘാതത്തെ വിവിധ രാജ്യങ്ങളും സംഘടനകളും അപലപിച്ച് രംഗത്തെത്തുകയും നെതന്യാഹു കുറ്റക്കാരനാണെന്ന് ഉറക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്.